ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ കോഡ് 39/2023 അതില് ആദ്യം കൊടുത്തിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. എത്രയാണ്? 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെ. അതാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത് ഇവിടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നർമ്മദ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നതല്ല. അപ്പൊ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? താർ മരുഭൂമി. ഓക്കെ, ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല വിജയനഗര. അത് വിജയനഗര 31ാമത് ജില്ലയാണ്. ദെൻ അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ടൌട്ടെ. കേരള തീര പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൽമനൈറ്റും മോണോസൈറ്റും. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നത് ഇൽമനൈറ്റും മോണോസൈറ്റും. 9ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അല്ല, 9 അല്ല, 10 കേട്ടോ. 9 നോക്കാം. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? പമ്പ, കക്കി. ഏതൊക്കെയാണ്? പമ്പ, കക്കി എന്നിവയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്, താലൂക്ക് കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ഏതായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? താലൂക്കാണ്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റുകളിൽ PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ എന്നിവരാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ പെരിയാറാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കാസർഗോഡ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? നീണ്ടകര. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? നീണ്ടകര. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതൽ എറണാകുളം, കുറവ് വയനാട്. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി മിനിമോൾ എബ്രഹാം. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് മിനിമോൾ എബ്രഹാം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇരവിപേരൂർ. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇരവിപേരൂർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത്? പെടുന്നത് നോക്കാം.
എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ബാപ്പുജി. ഇതൊക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. പെടാത്തത് പ്രേമാശ്രം. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ എക്സാം ലക്ഷ്യ അവരുടെ യൂട്യൂബ് ചാനലിൽ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. സമയവും കാര്യങ്ങളൊക്കെ അവരുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് പഠിച്ചു പോയിട്ട് അവിടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഫുള്ളും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തുക കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളത് രാധാകൃഷ്ണൻ മാത്തൂരാണ്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് കവിന്ദർ ഗുപ്തയാണ് കേട്ടോ. കവിന്ദർ ഗുപ്ത. അടുത്തത്, ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം? 1930, 31, 32. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് 1930, 1931, 1932. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത്? വില്ലുവണ്ടി സമരം നയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്കറിയാം. ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. അപ്പോ വൈകുണ്ഠസ്വാമിയുമായി ബന്ധമുള്ളത് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ എന്ത് ചെയ്തു? ശബ്ദമുയർത്തി. അതൊക്കെ എന്താണ്? വൈകുണ്ഠസ്വാമിയുമായി ബന്ധമുള്ളതാണ്. ഇനി അടുത്തത്, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം? ക്ഷേമരാഷ്ട്രം എന്ന് കണ്ടാൽ നമുക്കറിയാം നിർദ്ദേശക തത്വങ്ങളാണ്. എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ആരാണ് നേതൃത്വം? എ കെ ജി. പട്ടിണി ജാഥ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? വക്കം അബ്ദുൽ ഖാദർ, അതുപോലെ ക്യാപ്റ്റൻ ലക്ഷ്മി. താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികളാണ് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്തത് ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായം പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. അത് യോജിക്കാത്തതാണ്. ഓക്കെ, ഇനി അവിടെ നമുക്ക് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വച്ചേക്കാം. ഗാന്ധിജി മുന്നോട്ട് വച്ച നയീൻ താലിം, അതായത് നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്?
ബന്ധമില്ലാത്തത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. അപ്പൊ ബന്ധമുള്ളത് കൂടെ പഠിച്ചു പോവുക. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം. അതാണ് നോക്കേണ്ടത്. വിദ്യാഭ്യാസം എങ്ങനെയാവണം? ഒരു തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. ആ ഒരു എന്താ വയസ്സ് നോക്കുക. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസം മാതൃഭാഷയിൽ ആയിരിക്കണം. അപ്പോൾ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്നുള്ളത് എന്തായിരിക്കും? തെറ്റായിരിക്കും. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇവിടെ നമുക്കറിയാം, ശരിയല്ലാത്തത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടനയല്ല, എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഓക്കെ. അടുത്തത്, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. ശരിയാണ്. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അതും ശരിയാണ്. ഓക്കെ ആണല്ലോ. മൗലികാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിൽ വരുമ്പോൾ, ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 ആണ് അല്ലേ? അതിൽ സ്വത്തവകാശത്തെ പിന്നീട് നിയമാവകാശമാക്കി മാറ്റി. ഓക്കെ, അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. ശരിയാണോ? അല്ല. അതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ? യഥാർത്ഥ പേര് അയ്യപ്പനാണോ? ആണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആണ്. ശരിയാണ് അല്ലേ? ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ഏത്? ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, അതുപോലെ മധ്യപ്രദേശ് എന്നിവയാണ് ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയും ഉൾപ്പെടുന്നു? ദ്വിതീയ മേഖല. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ദ്വിതീയ മേഖല. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, നിർമ്മാണങ്ങൾ എന്നുള്ളതൊക്കെ ദ്വിതീയ മേഖലയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം എവിടെ നിന്നാണ് പകർത്തിയത്? ചൈനയിൽ നിന്ന്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേക സാമ്പത്തിക മേഖല എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. 1935 RBI അല്ലെ നിലവിൽ വന്നത്. 82 നബാർഡ്. 1955 SBI. RRB 1985. അതാണ് അവിടെ തെറ്റായിട്ടുള്ളത്. ഇനി സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് നവ ഉദാരവൽക്കരണം. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരെന്താണ്? നവ ഉദാരവൽക്കരണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? സുമൻ ബെറിയാണ് അല്ലെ? സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മെഡിസെപ്പ്. കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഈ വർഷം എന്ന് പറയുമ്പോൾ 2023 കേട്ടോ. ഏതാണ്? മെഡിസെപ്പ്. ഓക്കെ, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് തളിര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്താണ്? അത് തളിരാണ്. ഓക്കെ, ഈ മെഡിസെപ്പ് 2022 തോന്നുന്നു കേട്ടോ. 2022 സമയത്താണ് മെഡിസെപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവില്ല. നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളത് കേരള ഗവൺമെന്റ് ഈ വർഷം അതങ്ങനെ ആ ഒരു സമയത്ത് കറണ്ട് അഫെയർ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്.
ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര്? ആരാണ്? കുൽദീപ് യാദവ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആരാണ്? കുൽദീപ് യാദവ് ആയിരുന്നു ട്ടോ. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്താണ്? തളിരാണ് അല്ലെ, തളിര്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം? 1952. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായിട്ട് സംഘടിപ്പിച്ച വർഷം എന്ന് പറയുന്നത് 1952 ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേരെന്ത്? വോസ്റ്റോക്ക് 1 ആണ്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേര് എന്താണ്? വോസ്റ്റോക്ക് 1 ആണ്. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ 21. 2019 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത് ഹരിഹരൻ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയായിരുന്നു? ഹരിയാന. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം റോമാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏത്? ചെറുകുടൽ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. സങ്കര ഇനം തക്കാളി ഏതാണ്? മുക്തി. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? തെന്മല. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവാക്സിൻ. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ആണ് കോവാക്സിൻ. നിപ്പ രോഗത്തിന് കാരണമായ ജീവി വൈറസ് ആണ്. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക എന്ന് ചോദിച്ചാൽ 30 ഡിഗ്രി. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ഉണ്ടാവുക? 30 ഡിഗ്രി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ആർക്കിമിഡീസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും എന്താണ്? തുല്യമാണ്. പറഞ്ഞത് ആർക്കിമിഡീസ്. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം കുറയുന്നു. ഐസ് ഉരുകി ജലമാവുമ്പോൾ അതിന്റെ വ്യാപ്തം എന്ത് ചെയ്യും? കുറയുന്നു. അടുത്തത് ഇനി നോക്കാനുള്ളത് ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബെസോസ്. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബെസോസ്. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ജെഫ് ബെസോസ് ആണ് എന്താരംഭിച്ചത്? ബ്ലൂ ഒറിജിൻ. അതിന്റെ ആ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബെസോസ്. ഓക്കെ. അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് മൈക്കൽ കൊളിൻസ്. അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിന്റെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്? മൈക്കൽ കൊളിൻസ് ആണ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസ്. കൊറോണ വൈറസ് ആണ് ബാക്ക് ടു ബേസിക്സ് എന്ന അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നിലവിലെ കേരള ആരോഗ്യ മന്ത്രി ആരാണ്? നിലവിലെ കേരള ആരോഗ്യ മന്ത്രി ആരാണ്? വീണ ജോർജ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? വൈറസ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11.
ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? അത് ജനീവയിലാണ്. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ക്യാൻസർ. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? വില്ലൻ ചുമ. ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്ഷയം, മഞ്ഞപ്പിത്തം, നിശാന്തത, വില്ലൻ ചുമ. അപ്പൊ വില്ലൻ ചുമ അതാണ് എന്ത് DPT വാക്സിൻ ഇത്തരം ഇതുള്ള കുട്ടികൾക്കാണ് നൽകുന്നത്. സിക്ക വൈറസ് ബാധക്ക് ഇതുള്ള കുട്ടികൾ ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് DPT വാക്സിൻ കൊടുക്കുന്നത് കേട്ടോ. ഇതുള്ളതല്ല, ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് DPT വാക്സിൻ, ഏത് വില്ലൻ ചുമ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. സിക്ക വൈറസ് ബാധക്ക് കാരണമായ കൊതുക് ഇനം ഏത്? ഈഡിസ്. സിക്ക വൈറസ് ബാധക്ക് കാരണമായ കൊതുകിനം ഏതാണ്? ഈഡിസ് ആണ്. സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം 1975. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 1000. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 1000. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? വയറിളക്ക രോഗം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെ. മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 2010. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്നാൽ ഇത് എന്താ അറിയോ? ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഞാൻ ഇവിടെ ആൻസർ കാണിച്ചു തരാം. പിന്നെ ഇതിലെ സൊല്യൂഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക കേട്ടോ. ഒന്ന് നോക്കി നോക്കുക. ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക. 81 മുതൽ എന്താണ് മാത്സ് ആണ് കേട്ടോ. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. മാത്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കണ്ടോ? ഇനി ഇതിൻ്റെ സൊല്യൂഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട്. അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഒരു പേപ്പർ എടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റാണോ കിട്ടിയിട്ടുള്ളത്? ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ സൊല്യൂഷൻ നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത്രയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഇന്ന് നോക്കാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഈ വായിക്കൂ. ഓക്കെ, 97-ാമത്തതാണത്. 98-ാമത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയാണ്. 81 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ഇതൊക്കെ കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ആ ഒരു മെത്തേഡൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് മുഴുവൻ പഠിച്ചതിന് ശേഷം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ മോക്ക് എക്സാം ഉണ്ടായിരിക്കും. അറ്റൻഡ് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതൊരു എന്തുണ്ടാവുക, നമുക്കൊരു പ്രചോദനം വേണ്ട അതൊക്കെ ചെയ്യാനായിട്ട്. അത് നിങ്ങളുടെ കമൻറ്റ് അതിന് അത്യാവശ്യമാണ്.
ഓക്കെ, അതുപോലെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കമ്പൈൻഡ് സ്റ്റഡി എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, ശരി, താങ്ക് യു.